എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത 3 സീനുകളുണ്ട്. എൻ്റെ വളരെ തിക്തമായ അനുഭവങ്ങൾ എന്ന് വേണമെങ്കിൽ എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചില സീനുകൾ. അതിലൊരു സീനെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നത് നിമിത്തം പല തിക്തമായ അനുഭവങ്ങൾ അനുഭവിച്ചു. അവസാനം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലേ, ഇനി ഞങ്ങൾ നിന്നെ സഹായിക്കില്ല, ക്രിസ്ത്യാനികൾ നിന്നെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അന്ന് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു സഹോദരൻ്റെ ബൈക്കിൽ അവൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ക്രിസ്തു വിശ്വാസിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ, ഇൻസൾട്ട് അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങളതിൽ സന്തോഷിക്കണം, ദുഃഖിക്കുകയല്ല വേണ്ടത്. കാരണം നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു ആ സമയത്ത്. എൻ്റെ പേർക്ക് വരേണ്ട എൻ്റെ അച്ഛൻ്റെ കടയും എൻ്റെ അച്ഛൻ്റെ സ്ഥാപനങ്ങളും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അനിയൻ്റെ പേർക്ക് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അതവർ നടത്തി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് നല്ല വിഷമമുണ്ടായി. ഇവിടെ എനിക്കൊരു ഓഹരിയില്ല, എനിക്കൊരു അവകാശമില്ല എന്നെനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ തിക്തമായ അനുഭവം എന്ന് പറയുന്നത്, വിവാഹം കഴിഞ്ഞ് ഞാൻ രാജ എറിക് ഗോഡ്വിൻ എന്ന് പറയുന്ന എൻ്റെ ഫാദർ ഇൻ ലോയുടെ അവകാശിയായി. ചില ആളുകൾക്കെങ്കിലും ഞാൻ അവകാശിയാണ്. ആ മനുഷ്യൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, യു തിങ്ക് യു ആർ എ ഹീറോ ബട്ട് യു ആർ എ ബിഗ് സീറോ. നിന്റെ വിചാരം നീ ഒരു ഹീറോ ആണെന്നാ, പക്ഷെ നീ ഒരു വലിയ സീറോ ആണ്. അതുകൂടാതെ വേറെ ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ ആ മനുഷ്യനിൽ നിന്നും അവരുടെ മകളിൽ നിന്നും എനിക്കുണ്ടായി. പക്ഷേ എൻ്റെ മനസ്സിന് ഏറ്റവും വലിയ മുറിവെന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് ബഹുമാനിച്ചുകൊണ്ടിരുന്ന, സ്നേഹിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ എന്നെ ഇതുപോലെ തരം താഴ്ത്തി, എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്ന് മാത്രമല്ല, എന്നെക്കുറിച്ച് അപവാദങ്ങൾ പരത്തി. എടോ, നിങ്ങളുടെ മകൾക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ഞാനത് തരൂലേ? സ്വന്തം ജീവൻ തന്ന യേശുക്രിസ്തുവിനെ മാതിരി നിങ്ങൾക്ക് ലാൻഡ് വേണമായിരുന്നു, അത് തന്ന് ഡിവോഴ്സ്, കുട്ടീനെ കസ്റ്റഡി, കൂടുതൽ പൈസ, ഇതെല്ലാം തന്ന് ഒരു കേസിനും നിങ്ങൾക്കെതിരെ ഒരു വാദത്തിനും വരാതിരുന്ന ഞാൻ ആ വ്യക്തിയെ പിന്തുടർന്ന് അവനെക്കുറിച്ച് അവൻ്റെ നാട്ടുകാരോടും അവൻ്റെ വീട്ടുകാരോടും അവൻ്റെ കൂട്ടുകാരോടും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് എന്തെങ്കിലും നേടുമോ? ഇതൊക്കെ കുറച്ച് കഴിയുമ്പം എൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും മറക്കും. കാരണം അവരെന്നെ ഡെയിലി കാണുന്നുണ്ട്, ഞാൻ എങ്ങനത്തെ വ്യക്തിയാണ് എന്നുള്ളത് അവർക്കറിയാം. ഈ പറഞ്ഞ കള്ളക്കഥകൾ പറഞ്ഞ വ്യക്തിയെ അവരൊരിക്കലും മറക്കില്ല. ഈ പ്രചരിപ്പിച്ച നിങ്ങളുടെ അഡ്വക്കേറ്റുമാരെയും നിങ്ങളുടെ പാസ്റ്റർമാരെയും അവരൊരിക്കലും മറക്കില്ല. കാരണം അവർ കേട്ടതായിരിക്കുമല്ലോ. ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് മാനസിക രോഗമാണെന്ന് പോലും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡിവോഴ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. അപ്പോൾ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയത് എൻ്റെ മകളെ വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ആ കുട്ടിക്കൊരു ഭാവിയില്ലേ? അവളുടെ ജീവിതം നശിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എൻ്റെ മകളെ ഓർത്തിട്ടാണ് ഞാൻ എല്ലാ കാര്യത്തിനും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായത്. പിന്നെ കർത്താവിനോട് പറഞ്ഞു, നിന്നോട് അവരെന്ത് ചോദിച്ചാലും നീ കൊടുത്തേക്ക്, നീ തിരിച്ച് വാദിക്കാനോ അവരോട് ഫൈറ്റ് ചെയ്യാനോ നീ പോകണ്ട. അത് എൻ്റെ പക്ഷത്ത് നീതി ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. അത് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ കർത്താവിൻ്റെ സ്വഭാവമാണ്. നിന്നെ ഉപദ്രവിച്ച് ആരെങ്കിലും നിന്നിൽ നിന്ന് കൂടുതലായിട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ നീ കുറച്ചുകൂടെ കൂടുതൽ അവർക്ക് കൊടുത്തേക്കണം, അവർക്ക് കുറഞ്ഞു പോകരുത്. ഇതൊക്കെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ മെറ്റീരിയൽ പൊസിഷൻസും ഇതെല്ലാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു ദിവസം നശിച്ചു പോകും. പക്ഷെ ഒരിക്കലും നശിക്കാത്ത ഒന്നുണ്ട്, അത് ദൈവം നമുക്ക് തരുന്ന വിലയാണ്. മൂന്നാമത് എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചില്ല എനിക്ക് എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കസ്റ്റഡിയിലോ ഒക്കെ പോകേണ്ടി വരുന്നു. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് റാങ്കാണ് എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും.
ചെറുപ്പത്തിൽ ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായി, 1-ാം ക്ലാസ് തോറ്റുപോയി. പിന്നെ എനിക്കൊരു മാസ്റ്റർ ദൈവം തന്നു. ആ മാസ്റ്റർ സഹായത്തോടു കൂടി പതുക്കെ പതുക്കെ കയറി വന്ന് നന്നായി പഠിച്ചു. 4-ാം ക്ലാസ് മുതൽ പിന്നീട് പഠിച്ച എല്ലാ സ്കൂളുകളിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അതുകൂടാതെ പല കാര്യങ്ങളിലും ഒരുപാട് സക്സസ് എനിക്ക് ദൈവം തന്നു. ഞാൻ നന്നായി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. എൻ്റെ സ്കൂളിന് വേണ്ടി, സ്കൂൾ ഡിസ്ട്രിക്റ്റിന് വേണ്ടി, കോഴിക്കോടിന് വേണ്ടി, ഇവിടുത്തെ ചാമ്പ്യൻ ക്ലബ്ബ് എ ഡിവിഷൻ അവർക്ക് വേണ്ടി ഒക്കെ കളിക്കാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. പിന്നെ പഠനത്തിലേക്ക് കൂടുതലായി തിരിഞ്ഞ് മോണോ ആക്റ്റും മിമിക്രിയും പാട്ടും ഫാഷൻ ഷോയും ഈ ക്രിക്കറ്റും ഒക്കെ കുറച്ച് എൻട്രൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ദൈവം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതും ജീവനുള്ള ഈ ദൈവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം എൻട്രൻസ് എഴുതിയപ്പോൾ കിട്ടിയില്ല, വീണ്ടും എഴുതേണ്ടി വന്നു. നമ്മളൊക്കെ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരില്ല. എത്ര നല്ല റാങ്ക് കിട്ടിയാലും ചിലപ്പോൾ കിട്ടൂല. നല്ല റാങ്കൊക്കെയാണ് കിട്ടിയത്, പക്ഷെ കിട്ടിയില്ല. MBBS കിട്ടിയില്ല, BDS കിട്ടിയില്ല. പിന്നെ ബാക്കി B.Pharm മുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ് ഹോമിയോപ്പതി തിരഞ്ഞെടുത്തത്. പക്ഷേ ഹോമിയോ കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന, ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്ന ശ്വാസം മുട്ടൽ എന്ന് പറയുന്ന ആ രോഗം പൂർണ്ണമായിട്ടും ഹോമിയോപ്പതി മരുന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു സീനിയർ, ഇപ്പോൾ വളരെ സീനിയർ CCHലൊക്കെ വലിയ വ്യക്തിയാണ്, ഒരു ഡോക്ടർ, അന്ന് PG പഠിച്ചുകൊണ്ടിരിക്കുക അവർ, ഡോക്ടർ ജിതേഷ്, അവർ തന്ന മെഡിസിൻ കൊണ്ടാണ്. ആകെ കുറച്ച് മരുന്ന് എനിക്ക് തന്നുള്ളൂ. എനിക്ക് ഹോമിയോപ്പതിയിൽ ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ആ രോഗം പൂർണ്ണമായിട്ട് മാറി എന്ന് മാത്രമല്ല, പിന്നീട് ഇതുവരെയും അങ്ങനെ ഒരു രോഗം എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ വിശ്വാസമായി. ഈ ഹോമിയോപ്പതിയുടെ ആഴങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളൊരു മനസ്സായി. അങ്ങനെ ആ ഹോമിയോ കോളേജിലെ കോഴ്സ് മുഴുവനായിട്ട് പഠിച്ച് തീർത്തു. ആ സമയങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടു. അതെൻ്റെ സ്നേഹിതന്മാരിൽ നിന്നായിരുന്നു. കുറേയൊക്കെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ അവിടുത്തെ ഒരു മാഗസിൻ എഡിറ്ററൊക്കെ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. സിൽവർ ജൂബിലി മാഗസിൻ ഹോമിയോ കോളേജിൻ്റെ ഇറക്കിയത് മനോജ് കുമാർ കട്ടൂറാണ്. സുനിൽ രാജ് സാറായിരുന്നു ഞങ്ങളുടെ എഡിറ്റർ. പിന്നെ മുഹമ്മദ് അഷ്റഫിൻ്റെ യൂണിയനിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാഗസിൻ എഡിറ്ററായിരുന്നു മനോജ് കുമാർ. അതൊരു ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പാണ്. അന്നത്തെ SFI എന്ന് പറഞ്ഞാൽ വളരെയധികം, ഇന്നും അതേ ലെവലിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം അക്രമാസക്തമായ രീതിയിൽ പെരുമാറുകയും ശരിയെ തെറ്റും തെറ്റിനെ ശരിയൊക്കെ ആയി വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്ന ഒരു സമയമാണ്. ഈ ഇൻഡിപെൻഡൻറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേര് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവരുണ്ടായിരുന്നു. ഒരുപാട് പേര് MSF, BJP, പിന്നെ കോൺഗ്രസ്, KSU ചിന്താഗതിയുള്ളവരുണ്ടായിരുന്നു. അവരെല്ലാം പൊളിറ്റിക്സ് വേണ്ട എന്ന ചിന്താഗതി ഉണ്ടായിരുന്ന, സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പൊളിറ്റിക്സ് വേണ്ട എന്ന ചിന്താഗതി ഉണ്ടായിരുന്ന കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ ഹോമിയോക്കാർ ഒറ്റക്കെട്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ച കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അന്ന് പൊളിറ്റിക്കൽ ഇഡിയോളജി അങ്ങനെ ചിന്താഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പഠിച്ച സ്കൂളുകളിലൊന്നും സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നില്ല. ആകെ ഞാൻ അറിയുന്നത് ഈ KSUകാരായാലും SFIക്കാരായാലും വേറെ ഏത് പൊളിറ്റിക്സ് ആയാലും അവർ സമരം ഉണ്ടാക്കാൻ വേണ്ടി വരും, പഠിക്കാനുള്ള സമയം മുഴുവൻ നശിപ്പിക്കും. നമ്മൾ പഠിക്കാനായിട്ട് നല്ല മനസാക്ഷിയോടെ തയ്യാറെടുത്തിട്ട്, ഞാൻ സ്കൂൾ ലീഡറായിരുന്നു ഗുജറാത്തി സ്കൂളിൽ പഠിക്കുമ്പോൾ, ചിന്മയ വിദ്യാലയയിലും പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. അപ്പോൾ നല്ല മനസാക്ഷിയോടെ നമ്മൾ അവിടേക്ക് പോകുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടെ കല്ലെറിയാനും വാതിലുകൾ പൊട്ടിക്കാനും ജനൽ തകർക്കാനും പിന്നെ കുട്ടികളെ വെറുപ്പിക്കാനും പേടിപ്പിക്കാനും ഒക്കെ വരുന്നത്. ടീച്ചർമാരെല്ലാം സമരം കേട്ടിട്ട്, അവരുടെ ആഹ്വാനം കേട്ടിട്ട് പഠിത്തമൊക്കെ നിർത്തിയിട്ട് കുട്ടികളെ വീട്ടിലേക്ക് വിടണം. ഞങ്ങളുടേതൊരു എയ്ഡഡ് സ്കൂളായിരുന്നു. ഞാൻ പഠിച്ച രണ്ടും പ്രൈവറ്റ് സ്കൂളാണ്. എന്നാലും അവിടെ വരെ ഇവരുടെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ എന്തായിരിക്കും? സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിൽ പഠിച്ച സമയത്ത് ഇവന്മാർ നടത്തിയ സമരങ്ങൾ മൂലം ഒന്നും പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള സത്യമായിട്ട് പറയാം. ഇത് KSU ആയാലും ശരി, SFI ആയാലും ശരി, എന്തിനാടോ ഇങ്ങനെയൊക്കെ സമരം നടത്തിയിട്ട് മറ്റുള്ളവരുടെ പഠിത്തം മുടക്കുക? നിങ്ങൾക്ക് പഠിക്കണ്ട, ബാക്കിയുള്ളവർ പഠിത്തം കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നല്ല നല്ല ലെക്ചേഴ്സ് പലതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു.
ഞാൻ അവിടെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ചേർന്ന സമയത്ത് അവിടുത്തെ പ്രൊഫസറിനോട് ചോദിച്ചു, എനിക്ക് നല്ല മാർക്കുണ്ട്, ഞാൻ ഫസ്റ്റ് 10-15 പേര് ഇരിക്കുന്ന ആ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി തിരഞ്ഞെടുത്തത്? സെക്കൻഡ് ഗ്രൂപ്പാണ്, അതാണ് എല്ലാവർക്കും അന്ന് വേണ്ടിയിരുന്നത്, ബയോളജി, ഡോക്ടർ ആവണം. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല ക്രിക്കറ്റ് ടീം സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിൻ്റെ ചരിത്രത്തിൽ അന്ന് വരെ ആരും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ദേവഗിരി കോളേജിന് വേണ്ടിയിട്ട് കോളേജ് ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല. അങ്ങനെ സെലക്ഷൻ കിട്ടിയ ഏക വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് പെർഫോമൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ബോളിൽ തന്നെ ഞങ്ങളുടെ ക്യാപ്റ്റൻ, സ്റ്റേറ്റ് ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ്റെ വിക്കറ്റ് എടുത്തു, അതും ക്ലീൻ ബോൾഡ്, അതിൻ്റെ ഇമ്പ്രഷൻ കൊണ്ടോ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഞാൻ ലെഗ് സ്പിന്നറായിരുന്നു. ഷെയ്ൻ വോണിനെമാതിരി ബോൾ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ കുറേ വിക്കറ്റുകളൊക്കെ ദൈവം എനിക്ക് തന്നു. നന്നായി ബോൾ ചെയ്യാനും നന്നായി ചിന്തിച്ച് എറിയാനും ഒക്കെയുള്ള കൃത തന്നു. ബാറ്റ്സ്മാനുമായിരുന്നു, അത് പിന്നെ ബാറ്റിങ് നാച്ചുറലാണ്. അങ്ങനെ ആ കോളേജിൽ പഠിക്കുന്ന സമയത്തും എനിക്ക് ഈ ഗുണ്ടാ രാഷ്ട്രീയത്തോട്, സ്റ്റുഡൻറ് രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് അല്ല, എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യം എല്ലാ കാര്യങ്ങളും നടക്കണം. ടീച്ചർമാർക്കൊരു വിലയില്ല, ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഒരു വിലയില്ല, എല്ലാവർക്കും മൊത്തത്തിലായിട്ടുള്ള വളർച്ചയെക്കുറിച്ചൊരു ഒരു ചിന്തയില്ല. വെറുതെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇങ്ങനെ സമരം ഉണ്ടാക്കുക, ആൾക്കാരെ ഉപദ്രവിക്കുക, ഒരു എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയം. നമ്മളെ ഒട്ടും ബാധിക്കാത്ത ഏതോ സ്ഥലത്ത് നടക്കുന്ന ഏതോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ഫലവും വേറെ ആൾക്കാർക്കും കിട്ടാൻ പോകുന്നില്ല, നമുക്കും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ പഠിത്തം മുടക്കിയാൽ അവർക്കൊരു സന്തോഷം, അവർ നേതാക്കന്മാരായി തീരും. അവർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ചീഫ് മിനിസ്റ്ററും പിന്നെ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഓപ്പോസിഷൻ ചീഫ് മിനിസ്റ്ററൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാർട്ടിയായിട്ട് പറയുന്നില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ബസ്സിന് കല്ലെറിഞ്ഞ് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ വലിയ ആളുകളാകുന്നത്. പിന്നെ അവർ പബ്ലിക് പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുന്നവരും പോലീസ് അവരുടെ മിത്രവും. ഇതൊരു വിരോധാഭാസമാണ് ശരിക്കും പറഞ്ഞാൽ. ഗാന്ധിജി ഫൈറ്റ് ചെയ്തത് നോൺ വയലൻസാണ്. ഗാന്ധിജി ആരെയും ഉപദ്രവിച്ചില്ല. ഗാന്ധിജി ഫൈറ്റ് ചെയ്ത സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ആയിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷിനെയാണ് ഇവിടുത്തെ പോലീസും അനുസരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയാണോ? അല്ല. നമ്മുടെ തന്നെ ആളുകൾ നമ്മളെ തന്നെ ഭരിക്കുന്നു, നമ്മളെ തന്നെ പൊളിറ്റീഷ്യൻസ്, നമ്മുടെ തന്നെ പോലീസുകാർ. പിന്നെ എന്തിനാണോ നമ്മുടെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു പ്രതിഷേധം അറിയിക്കുന്നത്? പ്രതിഷേധം അറിയിക്കാൻ വേറെ എന്തൊക്കെ രീതികളുണ്ട് ഇല്ലേ? അതൊക്കെ നമ്മൾ വായിക്കും, അത് നല്ലതാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പ്രതിഷേധം അറിയിക്കണമെങ്കിൽ ആദ്യം പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുക, ജനജീവിതം തടസ്സപ്പെടുത്തുക, എന്നിട്ട് പോലീസുകാരെ കൊണ്ട് അടി മേടിക്കുക. ആ ചിത്രങ്ങൾ ഇതിൽ വരുമ്പോഴത്തേക്കും ചില ആളുകളൊക്കെ മനസ്സലിഞ്ഞിട്ട് ആ പാർട്ടിക്ക് അങ്ങോട്ട് വോട്ട് കൊടുക്കും. ഇതൊക്കെ എന്താണ്? നീ എന്തെങ്കിലും നല്ലത് ചെയ്യും, എന്നിട്ട് അത് നീ കാണിക്കും, അപ്പോൾ ആളുകൾ നിനക്ക് വോട്ട് തരും. നീ ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി അഹിംസാവാദിയായിട്ട് നിൽക്കും, അപ്പോൾ ആളുകൾ നിനക്ക് വോട്ട് തരും. അതാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ ഇതെന്താണ് ഗുണ്ടാ രാഷ്ട്രീയം, ഹിംസ, അടിപിടി, വഴക്ക് എല്ലാം തകർക്കുക. ഇതിലൂടെയാണോ ഒരു രാഷ്ട്രത്തെ നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ കൊണ്ടാണ് അന്ന് രാഷ്ട്രീയത്തിൽ തീരെ താല്പര്യമില്ലാതായത്. ഇപ്പോൾ ഈ മോദിജിയൊക്കെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് കുറച്ചൊക്കെ രാഷ്ട്രീയത്തിന് എന്തൊക്കെയോ നല്ലുണ്ട് എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയത്. കാരണം അതിന് മുമ്പേ എല്ലാം നമ്മൾ രാഷ്ട്രീയക്കാരെ കാണുന്നത് കറപ്ഷൻ, അല്ലെങ്കിൽ റിസർവേഷൻ കൂട്ടിയിട്ട് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ട് ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ 1-2 സമുദായത്തിൻ്റെ മാത്രം വോട്ട് മേടിച്ച് ജയിക്കുക. പിന്നെ നമ്മൾ കാണുന്നത് ടെററിസം, ഗുണ്ടായിസം, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതൊക്കെയാണ് രാഷ്ട്രീയക്കാർ നമ്മുടെ മനസ്സിൽ. അത് കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി. ഇവർ ഹിന്ദുത്വമാണ് ഒരു രീതി പറഞ്ഞാൽ നമ്മുടെ ബൈബിളിനൊക്കെ എതിരായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വ്യക്തി സുവിശേഷം മറിഞ്ഞ് വരുമ്പോൾ അവനെ തടസ്സപ്പെടുത്തുക, ഒരു വ്യക്തി ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അവനെ തടസ്സപ്പെടുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും മോറലായിട്ടുള്ള രീതി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇമ്മോറാലിറ്റി വളരെ കുറവുള്ള ഒരു കൂട്ടമാണ് ഈ BJP-ക്കാർ. അപ്പോൾ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? മോദിജിയുടെ ജീവിതം നിങ്ങൾ നോക്കുക, യോഗിജിയുടെ ജീവിതം നിങ്ങൾ നോക്കുക. ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനങ്ങളിൽ കിടക്കുന്ന ആൾക്കാരുടെ ജീവിതം, കറപ്ഷൻ എന്ന് പറഞ്ഞ സാധനമില്ല, ഇമ്മോറാലിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. ആക്യൂസേഷൻ പലതും ഉണ്ടാവും, പക്ഷെ ഒന്നും തെളിയിക്കാൻ ഇതുവരെയും പറ്റൂല. അത് കോടതി ഹിന്ദുത്വം ആയതുകൊണ്ടൊന്നുമല്ല. ഈ നല്ല ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറേ അവാദം പറഞ്ഞുകൊണ്ട്, കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടും പലപ്പോഴും സക്സസ് ആവണമെന്നില്ല. അത് അമേരിക്കക്കാരനെ കൊണ്ട് പറയിപ്പിച്ചാലും സക്സസ് ആവണമെന്നില്ല.
കേട്ടോ. അപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി, അബോർഷൻ, ടെററിസം, ഡ്രഗ്സ്, ജെൻഡർ ചേഞ്ച് സർജറി, ഇതിനൊക്കെ എതിരെയാണ് ഇപ്പോൾ അമേരിക്കയിലെ കൺസർവേറ്റീവ് പാർട്ടി. അതേമാതിരിയാണ് പല സ്ഥലത്തുള്ള കൺസർവേറ്റീവ് പാർട്ടീസ്. ഇവരൊക്കെ ക്രിസ്ത്യൻസ് ആണ്. അവിടെ ഇതിനെയൊക്കെ എതിർക്കുന്ന ഇവിടെ വരുമ്പോൾ സോഷ്യലിസം, കമ്മ്യൂണിസം, ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ മുൻഗണന കൊടുക്കുന്ന രാഷ്ട്രീയത്തെ ഇവർ തിരഞ്ഞെടുക്കുന്നു. എന്തിന്? ഇവർക്ക് ഹിന്ദുക്കളെ ഇഷ്ടമല്ല, ഹിന്ദു എന്ന് പറയുന്ന സമുദായത്തെ ഇവർക്ക് ഇഷ്ടമല്ല, അത് ഇവർക്കെതിരെയാണ് എന്നുള്ളൊരു ധാരണയാണ്. ആ ഒരു മിഥ്യാധാരണ അക്ബറിന് നാൾ മുതലേ ഉണ്ട്. പക്ഷെ അവരുടെ ചില സമുദായങ്ങളുണ്ട്, അവരുടെ ക്രൂരതകൾ അവർ പരസ്പരം കാണിക്കുന്നുണ്ട്, അവർ കൊല്ലുന്നുണ്ട്. അതിൻ്റെ ക്രൂരതയെക്കുറിച്ച് ഇവർക്ക് ഒരു ബോധ്യമില്ല, അത് അവർ ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഓഫ് കോഴ്സ് വിഗ്രഹങ്ങളെ സേവിക്കുന്ന ആളുകളാണ് ഈ ഹിന്ദുക്കൾ മിക്കവാറും. ദൈവം വിഗ്രഹങ്ങളുടെ സേവയെ അപ്രൂവ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് കുറച്ചൊക്കെ ഈ ആളുകളെ പറ്റി വായിക്കണം. ഇതിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഇതിൽ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവരൊക്കെ ഈ ഐഡൽ വർഷിപ്പിനെ കുറിച്ച്, വിഗ്രഹാരാധനയെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ നോക്കണം. അവർ പറഞ്ഞത് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ആരാധനയാണ്. എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ അവൻ നടത്തുന്ന ഒരു കാര്യമാണ് ഈ വിഗ്രഹാരാധന. ഭഗവത്ഗീത നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ പല ദേവന്മാരും ദേവിമാരും ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞ ഡെമി ഗോഡ്സ് എന്നാണ്. ഈ ഡെമി ഗോഡ്സിനെ ആരാധിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ചിലപ്പോൾ നരകത്തിലേക്ക് പോകും എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ വേദങ്ങൾ വായിച്ചാൽ ആ വേദങ്ങളുടെ അവസാനമാകുന്ന വേദാന്തം നിങ്ങൾ മനസ്സിലാക്കിയാൽ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശരിയായ ഹിന്ദുയിസത്തിൻ്റെ ഒരു ശരിയായ മാർഗ്ഗമല്ല. കാരണം അവരൊക്കെ അദ്വൈതത്തിലാണ് വിശ്വസിക്കുന്നത്. അദ്വൈതത്തിൽ പിന്നെ വിഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ടോ? എന്ന് വെച്ചാൽ കാണാൻ സാധിക്കാത്ത, എല്ലാത്തിനെയും സൃഷ്ടിച്ച, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും വഹിക്കുന്ന, എല്ലാത്തിനകത്തും വ്യാപരിക്കുന്ന ആ ദൈവം. പക്ഷെ ആ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്നുള്ള രീതിയിൽ അവർ കുറേ അവതാരങ്ങളെയൊക്കെ അംഗീകരിക്കുന്നു, അവർക്ക് അവർ ഒരു സ്ഥാനം കൊടുക്കുന്നു. നമ്മുടെ കാത്തലിക്സിൻ്റെ ഇടയിൽ സെയിൻസ് ഉള്ളത് മാതിരി അവർക്ക് അവതാരങ്ങൾക്ക് പ്രത്യേകമായ ചില റൂൾസ് ഉണ്ട്. അത് പാപികളെ സംഹരിക്കുക, അല്ലെങ്കിൽ പാപികൾക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പല റൂൾസ് അവർക്കുണ്ട്. അവരെ എന്നിട്ട് തിരിച്ച് നല്ലതിലേക്ക്, ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഹിന്ദുയിസത്തെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവഹേളിക്കാനോ അതിനെ അപമാനിക്കാനോ ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ടില്ല. അതിലുള്ള ചില പ്രാക്ടീസസ് അതിന് ഞാൻ എതിർത്തിട്ടുണ്ട്. കാരണം ഞാൻ ആ വിഭാഗത്തിൽ ജനിച്ച വ്യക്തിയല്ലേ, അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ എതിർത്ത ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്നത്. പിന്നെന്താണ്, മദ്യം ചില ദേവന്മാർക്കും ദേവിമാർക്കും കൊടുക്കുന്നത്. അത് നമുക്ക് ഹാനികരമാണ്, ഞങ്ങളുടെ വീട്ടിൽ ആരും കഴിക്കാറില്ല, പക്ഷെ ദൈവത്തിന് കൊടുക്കണം. പിന്നെ മാംസം, ഇത് ഹിന്ദുയിസത്തിലെ ആളുകൾ തന്നെ മാംസത്തിനെതിരാണ്. പക്ഷേ ഈ ആളുകൾ എന്തിനാണ് പിന്നെ ചില ദൈവങ്ങൾക്ക് ആരാധനയായിട്ട് മാംസം കൊടുക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രാക്ടീസസ്, പിന്നെ ഈ അഘോര പോലെ നടക്കുന്ന വൃത്തിയില്ലാതെ മനുഷ്യൻ്റെ ശരീരം കഴിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രാക്ടീസസിനെ ഞാൻ എതിർത്തിട്ടുണ്ട്. അങ്ങനെ ആവണമെന്നില്ല. നിങ്ങളൊരു എന്താ പറയുക, സാക്ഷാത്കാരം കിട്ടിയ എന്നിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തി പരമഹംസയാണെങ്കിൽ പോലും അതുപോലെ ആവേണ്ട ആവശ്യമില്ല, അഘോര ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു മഹേശ്വരി കുടുംബത്തിൽ ജനിച്ചപ്പെട്ട വ്യക്തിയാണ്. ഈ മഹേശ്വരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി നമ്മുടെ രാജസ്ഥാനിൽ പോയി അന്വേഷിച്ചാൽ മതി എന്താണ് ഈ മഹേശ്വരി എന്ന് പറഞ്ഞാൽ. അവർ രാജാക്കന്മാരായിരുന്നു. അവർ പിന്നെ മഹേഷ് എന്ന് പറയുന്നത് ശിവനാണ്. ആ ശിവനെ ആരാധിക്കുന്ന ഒരു വിഭാഗമാണ്. ശിവനാണ് അവരുടെ ഏറ്റവും വലിയ ദൈവം. ശിവൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ജ്യോതിർലിംഗം എന്ന് പറയില്ലേ, ആദ്യ അവസാനമില്ലാത്ത അങ്ങനെയുള്ള ഒരു ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ വരദാനമൊക്കെ പ്രാപിച്ച ഒരു ഗ്യാങ്ങാണ് ഈ മഹേശ്വരീസ് എന്ന് പറയുന്നത്. അവർ ബിസിനസ് ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞു, രാജകീയ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ ബ്ലഡ് ഷെഡ് ചെയ്യരുത്. പിന്നെ അവരോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വെജിറ്റേറിയൻ കഴിക്കണം ബ്രാഹ്മണന്മാരെ പോലെ. എന്നാൽ ബ്രാഹ്മണന്മാർക്ക് കിട്ടുന്ന പ്രിവിലേജസ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതും പിന്നെ പ്രത്യേകമായ ആരാധനകളൊക്കെ നടത്താനുള്ള പ്രിവിലേജസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ബിസിനസ് ചെയ്ത് ജീവിക്കണം. അങ്ങനെയാണ് ഈ കൂട്ടം മുഴുവൻ ബിസിനസ്സുകാർ. ഇതിൻ്റെയൊക്കെ ചരിത്രം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ എത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ചരിത്രം അവർ മനസ്സിലാക്കിയ രീതിയിൽ അവരൊരു സ്റ്റോറി ഉണ്ടാക്കി നമ്മൾ ബൈബിളിൽ കാര്യങ്ങൾ പറയുന്നത് മാതിരി അവരുടെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവർ പറയുന്നത്, അഗ്രസേൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, സുജൻസേന, അഗ്രസേന. ആ രാജാവ് പിന്നീട് അവൻ ജൈന മതത്തിലേക്ക് പോയി അവൻ ആ ജൈനമതത്തിൻ്റെ പ്രാക്ടീസസിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ വിഗ്രഹ ആരാധന ആലയങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം ജൈനമതത്തിൽ എന്തില്ല, വിഗ്രഹങ്ങളില്ല.
അതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൻ കുറേ സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് ചെന്നു. അവർ ഹോമം നടത്തിക്കൊണ്ടിരിക്കുക. ആ ഹോമത്തെ നശിപ്പിച്ചു. ആ ഹോമത്തെ അവൻ നശിപ്പിച്ച സമയത്ത് ആ സന്യാസിമാരെ കോപിച്ച് അവനെ ശപിച്ചു. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവനെ ശപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശാപം ഇവർക്ക് കിട്ടിയപ്പോൾ ഈ പറയുന്ന രാജാവും അവൻ്റെ കൂടെ വന്ന 72 നോബിൾസും അവൻ്റെ മന്ത്രിമാരും അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട പൊസിഷൻസ് വഹിക്കുന്ന ആളുകൾ 72 പേരുണ്ടായിരുന്നു അവൻ്റെ കൂടെ. അവരെല്ലാവരും കല്ലിൻ്റെ പ്രതിമയായി മാറി. അവരെല്ലാവരും ഒരു കല്ലിൻ്റെ പ്രതിമയായി അവിടെ നിന്ന് സമയത്ത് അവരുടെ ഭാര്യമാരവിടെ വന്നിട്ട് ഇവരോട് അപേക്ഷിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ശിവനോട് പ്രാർത്ഥിച്ചോളി, ശിവനാണ് ഇവർക്ക് ഈ ഒരു ഗതി വരുത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടെ ശിവനെ ആരാധിക്കാൻ തുടങ്ങി. അവർ ശിവനെ ആരാധിച്ചപ്പോൾ ശിവനും പാർവതിയും പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ റിലീസ് ചെയ്യണം ഈ ശാപത്ത് നിന്ന്. അവരുടെ ആ കല്ല് പോലെ ഇരിക്കുന്ന അവസ്ഥകൾ മാറ്റിയിട്ട് അവർ തിരിച്ച് മനുഷ്യരാകും. പക്ഷേ ഇനി അവർ രാജാക്കന്മാരായിട്ട് തുടരാൻ പാടില്ല. ഇനി അവർ മറ്റുള്ളവരെ കൊല്ലുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി അവർ മാംസം കഴിക്കാൻ പാടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ രാജപൂത്ത് എന്ന് പറയുന്നത് മാംസങ്ങൾ കഴിക്കുന്ന ആളുകളാണ്. ആഹാരം അവർ കഴിക്കാൻ പാടില്ല. ബ്രാഹ്മണന്മാരെ പോലെ അങ്ങനെ സസ്യാഹാരം കഴിച്ച് അവർ ജീവിക്കണം. എന്നാൽ അവർക്ക് സമൃദ്ധി ഉണ്ടാകും. അവർ ബിസിനസ്സുകാരെ പോലെ ജീവിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് ആകെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് മാത്രമേ ഉള്ളൂ. ഫാമിംഗ് അവർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും, എന്നാൽ ബിസിനസ് ആയിരിക്കും അവർക്ക് പറ്റുന്നത്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ശാപങ്ങളൊക്കെ അവർക്ക് കൊടുത്തു, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കോൺട്രാക്റ്റിലാണ് ഈ സമുദായം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മഹേശ്വരി വിവാഹം ഉണ്ടാകുമ്പോൾ അതിൽ സാധാരണ ഇവരെടുക്കുന്ന 7 റൗണ്ട് കൂടാതെ കുറച്ച് റൗണ്ടും കൂടെ എടുക്കും. ആ റൗണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഭർത്താവും ഭാര്യയും തമ്മിൽ ശിവനും പാർവതിയും പോലെ ഉള്ള യൂണിയനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ 7 ജന്മങ്ങൾ മാത്രമല്ല, അതിലും കൂടുതൽ ഈ യൂണിയൻ ഉണ്ടാകും എന്നതിൽ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള യൂണിയൻ ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് ആ ഭർത്താക്കന്മാരെ നിലയ്ക്ക് നിർത്താനുള്ള ചുമതല ഉണ്ടായിരിക്കും എന്നൊക്കെ കാണിക്കാനായിരിക്കാം അങ്ങനെ ഒരു 4 എക്സ്ട്രാ റൗണ്ട് അവരെടുക്കുന്നത്. എന്തായാലും ശരി, ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാംസം കഴിക്കാറില്ല, ബ്രാഹ്മണന്മാരെ പോലെയാണ് ജീവിക്കുന്നത്. ബിസിനസ് കൂടിയാണ് ഇവരുടെ വരുമാനങ്ങൾ അധികം ഉണ്ടാവുക. ഇവർ സോൾജേഴ്സ് ആവില്ല, ഇവർ ആർമി പോയി ഫൈറ്റ് ചെയ്ത് മറ്റുള്ളവർ ബ്ലഡ് ഷെഡ് ചെയ്യില്ല. അപ്പോൾ ആ വിഭാഗത്തിൽ ആണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇപ്പം നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അത്യാവശ്യം നന്നായിട്ട് എനിക്കറിയാം. വിവേകാനന്ദനെ കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കാണാൻ കഴിയാത്ത ദൈവമാണ് യഥാർത്ഥ ദൈവം, വിഗ്രഹങ്ങൾ ദൈവങ്ങളല്ല. ഇനി ഈ ശിവൻ്റെ അവതാരം എന്നുള്ള രീതിയിൽ ഭൈരവനെ ആരാധിച്ച് എൻ്റെ മമ്മീൻ്റെ സൈഡിലുള്ള ആളുകൾ ഈ ഭൈരവന് മാംസവും പിന്നെ കള്ളും വേണം അല്ലെങ്കിൽ ബ്രാൻഡി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള പാട്ടുകളിനകത്ത് വരാതുണ്ട്. അപ്പം ഞാൻ ആ പാട്ടിലെ ലൈൻ വരെ ചോദിച്ചു, മാഖബലി തേരി. അപ്പം അതെന്താണ് ഈ മാംസബലി? അവന് ഭാറുടി എന്ന് വെച്ചാൽ നമ്മളെ ബക്കാർഡി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാണ് ഭാറുടി. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഭാറുടിയും മാഖബലിയും ഒക്കെ എന്തിനാണ് ഭൈരവന് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ വെജിറ്റേറിയൻസ് ആയിട്ടാണ് ജീവിക്കുന്നത്, നമ്മളിത് കഴിക്കുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാ ഇത് കൊടുക്കണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ മാമാജി എന്ന് പറഞ്ഞാൽ മമ്മീൻ്റെ ബ്രദർ, മാമാജിക്ക് എന്നോട് ദേഷ്യമായി. അവരെനിക്ക് ആൻസർ ഒന്നും തന്നില്ല, എന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. പക്ഷേ ഇതൊക്കെ ചെറുപ്പത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഇതിന് ആൻസർ തന്നില്ല, കാരണം അച്ഛന് പേടിയാണ് ഇതിന് ആൻസർ തരാൻ. അപ്പം ഈ ഭഗവത്ഗീത വായിക്കുന്ന സമയത്താണ് നമ്മൾ ഏത് ജാതിയാണ് എന്നുള്ളത് വരെ ഞാൻ അന്വേഷിക്കുന്നത്, മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ സ്കൂളിൽ ഈ ജാതിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എഴുതുമല്ലോ, ഏത് കാസ്റ്റാണ്, ഹൈ കാസ്റ്റ് ആണോ, ലോ കാസ്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണമല്ലോ. ആ സ്കൂളിൽ നിന്ന് വിടുന്ന സമയത്ത് 7ാം ക്ലാസ്സിൽ ആ സമയത്ത് എന്നെ ടീച്ചർ വിളിച്ചിട്ട് ഭഗവത്ഗീതയുടെ കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് ഞാൻ പങ്കെടുക്കാൻ പോവാണ്. ആ സമയത്ത് എന്നോട് ചോദിച്ചു, ഈ ഗീത നമ്മൾ ഈ പാരായണം എന്ന് പറയുന്ന കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് ഞാൻ പങ്കെടുക്കാൻ പോവാണ്. ആ സമയത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഹിന്ദു ആണെന്ന് മനസ്സിലായി, മാർവാടിയാണെന്ന് മനസ്സിലായി, നിങ്ങൾ ഏത് കാസ്റ്റാണ്, അത് ഹൈ കാസ്റ്റ് ആണോ ലോ കാസ്റ്റ്? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഹൈ കാസ്റ്റ് ആണെന്ന് പറഞ്ഞേക്കാൻ.
പിന്നെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഈ ജാതി, എന്താണ് ഈ കാസ്റ്റ്, എന്താണ് ഈ കാസ്റ്റിൻ്റെ ദൈവം, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, എന്തിനാണ് ഇവർ ഈ രീതിയിൽ ജീവിക്കുന്നത്, എന്താണ് ഇവരുടെ ഈ കസ്റ്റംസ്. അത് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് നമുക്കിങ്ങനെ ഒരു ഹൈ കാസ്റ്റ്, ലോ കാസ്റ്റ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലില്ല. നമ്മൾ അവിടെ പോകുന്നു, പഠിക്കുന്നു, നമ്മളെ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ഇവരൊക്കെയാണ് നമ്മളെ സ്റ്റാൾവേർഡ്സ്. ഇവർക്ക് വേണ്ടിയൊക്കെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇവർ പിന്നീട് ചെയ്ത കാര്യങ്ങളൊക്കെ മഹാമോശമാണെങ്കിലും ആ സമയത്ത് ഇവർ കുറച്ച് നല്ല കാര്യം ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നു എന്നുള്ളവർ മാത്രമേ ഞങ്ങൾക്ക് ആ സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ത്യൻ ടീം ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അവർ ജയിക്കണം, അതിനുവേണ്ടി നമുക്ക് നമ്മളെ എന്താ പറയുന്ന ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയ്ക്കേ നമുക്കുള്ളൂ. പിന്നെ എനിക്ക് ദൈവത്തെ അറിയണം. ആ ദൈവത്തെ അറിയണം എന്ന് പറയുന്ന ഒരു സംഗതി ആ ചെറുപ്പം തൊട്ടേ എൻ്റെ മനസ്സിൽ. കാരണം ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആകുമ്പോൾ പിന്നെ ഇനി എന്താ അച്ചീവ് ചെയ്യാനുള്ളത്? ഞാൻ ഏത് സ്ക്വാഡിലാണോ ആ സ്ക്വാഡാണ് എപ്പോഴും ജയിക്കുക. ഗ്രീൻ സ്ക്വാഡാണെങ്കിലും വൈറ്റ് സ്ക്വാഡാണെങ്കിലും. കാരണം അതിനകത്ത് ചില നല്ല സ്പോർട്സ്മാൻമാരെ ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും, എന്നിട്ട് ആ സ്ക്വാഡ് അങ്ങ് ജയിക്കും. ഞാൻ വലിയ സ്പോർട്സ്മാൻ ഒന്നുമല്ല. പിന്നെ സ്കൂൾ ലീഡറായിരുന്നു, ക്ലാസ് ലീഡറായിരുന്നു. അത് കഴിഞ്ഞ് 8 മുതൽ 10 വരെ പഠിച്ചപ്പോൾ ആ സ്കൂളിൽ ഞാൻ ലീഡർഷിപ്പിലെത്തി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അവിടെ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊന്നും പറയാനില്ല. ആകെയുള്ളൊരു പ്രയാസം എൻ്റെ കസിനുണ്ട്. അവനിങ്ങനെ മദ്യപിച്ച് വന്നിട്ട് തല്ലുണ്ടാക്കും, വീട്ടിൽ അടി ഉണ്ടാക്കും, എല്ലാവരെയും അടിക്കും, എന്നെ അടിക്കും. അങ്ങനെ ഒരു പ്രയാസമല്ലാതെ എൻ്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്നോ അമ്മേൻ്റെ ഭാഗത്തുനിന്നോ നാട്ടുകാരിൽ നിന്നോ അങ്ങനെ പഠിക്കാൻ അവർ പറയുന്നല്ലാതെയുള്ള ഒരു പ്രയാസമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഭാഗത്തൊക്കെ എല്ലാവർക്കും എന്നെ നല്ല സ്നേഹമായിരുന്നു. കാരണം ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കാണ്, എല്ലാ നല്ല കാര്യങ്ങളിലും ഞാൻ ഇൻവോൾവ് ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. മാർവാടി സമാജിലും എല്ലാ പ്രാവശ്യവും ആ സമാജിൻ്റെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് റാങ്ക് എനിക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം എനിക്ക് തോന്നുന്ന ആ സമയങ്ങളിൽ ഞാനായിരിക്കും ആ പ്രൈസ് നേടിയത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനെ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ആഗ്രഹിച്ച വ്യക്തി. അപ്പം ഞാൻ അദ്വൈതത്തിലാണ് വിശ്വസിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആ അദ്വൈതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന സമയത്താണെങ്കിലും അതിന് മുമ്പേ ആണെങ്കിലും ഞാൻ ഈ തലയിൽ കുറിയൊക്കെ തൊട്ടിട്ടാണ് പോകുക. അപ്പോൾ ആൾക്കാരുടെ വിചാരം ഞാൻ BJP ആണെന്ന്. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. ഞങ്ങൾ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും തലയിൽ കുറി ഇട്ടിട്ടാണ് പോവുക. അപ്പം എൻ്റെ അതിപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും അങ്ങനെയൊന്നും അവർക്കില്ല. ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. അവരുടെ വിചാരം ഞാൻ ഈ കുറി ഇട്ടുന്നത് ഞാനെന്തോ BJP ആണ്. എടോ, കുറി എന്ന് പറയുന്നത് ഇവരുടെ ഐഡൻറ്റിറ്റി ഒരു മാർക്ക് മാറി അവർ ഇടുന്നതാണ്, അത്രേ ഉള്ളൂ. അതിനൊക്കെ വേറെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇവരുടെ കൾച്ചറിൽ, ഞങ്ങളുടെ കൾച്ചറിൽ. പക്ഷേ അതിനൊക്കെ BJP ആയിട്ട് വ്യാഖ്യാനിക്കുകയും അങ്ങനെയുള്ള രീതിയിൽ പലപ്പോഴും കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ കുറിയൊക്കെ വായിച്ചിട്ടാണ് ഞാനും എൻ്റെ അനിയനുമൊക്കെ നമ്മുടെ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോവുക. കാരണം നമുക്കൊരു നാണക്കേട് മാറി. അപ്പോൾ എന്തിന് ഞാൻ എൻ്റെ രാഷ്ട്രത്തിൽ തന്നെ എൻ്റെ കൾച്ചറിനെ ഓർത്തിട്ട് നാണം കിടണം? അതിൻ്റെ ആവശ്യം എന്താണ്? അതൊക്കെ ഞാൻ പലപ്പോഴും ചന്ദന പൊട്ടാണ് തൊടുന്നതെങ്കിൽ അത്ര പ്രശ്നമില്ല. പക്ഷേ ആ റെഡ് ആയിട്ടുള്ള കുറി ഉണ്ടല്ലോ, സാഫ്രൻ കുറി, അതാണ് ഞങ്ങളുടെ നാട്ടുകാർ തൊടുക. അത് തൊട്ട് കഴിഞ്ഞാലാണ് പ്രശ്നം. അല്ലെങ്കിൽ ഈ ബജ്റംഗിൻ്റെ ഒരു സംഗതി ഉണ്ട്, ആ ഒരു പ്രത്യേക കളർ, ഓറഞ്ച് കളർ, അത് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ ഇവർ നമ്മളെ അങ്ങോട്ട് സൈലൈൻ ചെയ്യാൻ തുടങ്ങും. മുസ്ലിങ്ങൾക്കൊക്കെ ഞാനെന്തോ ഒരു വലിയ തീവ്രവാദിയാണെന്നുള്ളൊരു ധാരണയാണ്. ഇവരുടെയൊക്കെ അകത്തുള്ള തീവ്രവാദത്തിൻ്റെ 5% പോലും ഞങ്ങളുടെ അകത്ത് എന്നുമില്ല. ഇതുവരെ ഒരാളെയും ഞാൻ കൊന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടുകാരാണെങ്കിലും വളരെയധികം സൗമ്യതയോടെ, സ്നേഹത്തോടെ, കരുണയോടെ, കരുതലോടെ പെരുമാറുന്ന വ്യക്തികളാണ്. ഈ ഹിന്ദുയിസത്തെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ പരത്തിയിട്ട് ഇതിനെ എന്തോ ഒരു പൈശാചിക റിലീജിയനാക്കിയിട്ട് വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. പല ആളുകളും അവരുടെ ആത്മീയ യാത്രയിൽ മുന്നോട്ട് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ കൂടിയാണ് അവർ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അവരുടെ പാസ്റ്റ് റിലീജിയനെയും അവരുടെ പാസ്റ്റ് ആൾക്കാരെയും ഒക്കെ അവഹേളിച്ച് ഡീമണൈസ് ചെയ്ത് അവരെക്കുറിച്ച് മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പ്രസംഗിച്ചത് കൊണ്ടൊന്നും നിങ്ങളുടെ റിലീജിയൻ ബെറ്റർ ആണെന്ന് അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയാം, ഇന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റ് മതത്തിൽ നിന്ന് വരുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ അവർക്കൊരു അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്, അവർക്ക് സഹോദരന്മാരുണ്ട്, അവരൊരു കൾച്ചറിലാണ് വളർത്തപ്പെട്ടത്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് മാറ്റാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയൂല. നിങ്ങൾ അവരുടെ മുമ്പിൽ വെക്കുന്ന അൺറീസണബിൾ ഡിമാൻഡ്സ് ആണ്. നോൺ വെജ് കഴിക്കണം എന്ന് പോലും, ഞാൻ നോൺ വെജ് കഴിച്ചില്ലെങ്കിലും മീൻ കഴിച്ചില്ലെങ്കിലും മാംസം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഒരു നല്ല ക്രിസ്ത്യാനി അല്ലെന്ന് പോലും. ഇതൊക്കെ എത്ര പാസ്റ്റർമാരെന്നോട് പറഞ്ഞിരിക്കുന്നു. അത് ബ്രാഹ്മണ കെട്ടാന്ന് പോലും ഇവർക്ക് അറിയ പോലും ഇല്ല ഞങ്ങൾ ബ്രാഹ്മൺസ് ആണോ അല്ലയോ, ഏത് കെട്ടാണെന്നും ഇവർക്ക് അറിയില്ല. പക്ഷേ ഇവരുടെ ഒരു ബ്ലാങ്കറ്റ് കെട്ടാണ് ഇത്, ബ്രാഹ്മണ കെട്ടാണ്. നിനക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത, എനിക്ക് നോൺ വെജ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ കുഴപ്പമില്ല. എൻ്റെ ജനറേഷനിൽ എത്രയോ ജനറേഷനായിട്ട് ആൾക്കാർ ഈ മാംസാഹാരം കഴിച്ചിട്ടില്ല.
കുറേ കാലം ഞാൻ വിശ്വസിച്ചു, ഇവർ പറഞ്ഞ പ്രകാരം ഞാൻ മാംസാഹാരം കഴിക്കണം. മാംസാഹാരം കഴിച്ച് എനിക്ക് പിന്നെ വയറിന് ബുദ്ധിമുട്ടും IBS അങ്ങനെയുള്ള പല ട്രബിൾസും ഒക്കെ ഉണ്ട്. എൻ്റെ ഭാര്യയ്ക്കും അറിയാം, അവരെന്നെ വിട്ടുപോയി. പക്ഷേ അങ്ങനെയുള്ള ട്രബിൾസും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായ സമയത്ത് പല മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ ഈ നോൺ വെജ് ആഹാരം മുഴുവനായിട്ട് നിർത്തി കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ ഞാൻ ഹോമിയോ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് ഇത് ഫുള്ളായിട്ട് മാറിയത്. പക്ഷേ ഞങ്ങൾക്ക് ഈ ആഹാരം കഴിക്കാനോ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ അത് കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ക്രിസ്ത്യൻ അല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ പിന്നെ ഞങ്ങളെ സൈഡ് ലൈൻ ചെയ്യുക. ഞാൻ ബൈബിൾ കോളേജിൽ ചെന്നപ്പോഴും ചർച്ച നടത്തിയപ്പോഴും ഒക്കെ നമ്മളെ ഫുള്ളായിട്ട്, നമ്മളൊരു ഹിന്ദു പാരമ്പര്യത്തിൽ വന്ന വ്യക്തി ആയതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് സൈഡ് ലൈൻ ചെയ്യുക. നമ്മളവർ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല, നമുക്ക് എതിരെ കുറേ ഭാരം പണി. നമുക്ക് ഏറ്റവും നല്ല മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ആ മാർക്ക് അവർ കുറയ്ക്കുകയും ചെയ്യും. അത് ഇന്ത്യക്കാരാണ് കുറയ്ക്കുന്നത്. അമേരിക്കയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും പല നാടുകളിൽ നിന്നും വന്ന് പഠിപ്പിച്ച ആളുകളുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് വരെ പഠിപ്പിച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് A+ ആകുന്നു. പക്ഷേ ഈ ഇന്ത്യക്കാരുണ്ടല്ലോ ചിലർ, ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ, അവർക്ക് എന്നെ കാണുമ്പോൾ എന്തോ ഒരു ദേഷ്യമാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ദേഷ്യമാണ്, ആ കലി അവർ കാണിക്കും, പേപ്പറിൽ കാണിക്കും. അപ്പോൾ എൻ്റെ പേപ്പർ A+ ആണെങ്കിലും അവരെനിക്ക് B- തരുള്ളൂ, അല്ലെങ്കിൽ A+. ഇന്നൊക്കെ ചെയ്തിട്ട് പോലും A ഗ്രേഡർ പാസ്സാകാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ഈ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചപ്പോൾ ഒക്കെ ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവത്തെ ശുശ്രൂഷിക്കാനും ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അല്ലാതെ എനിക്കെന്തെങ്കിലും ആവാൻ വേണ്ടിയാണ്. എനിക്കെന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ ഈ മാർഗത്തിലേക്കെങ്കിലും വരേണ്ട ആവശ്യമുണ്ടോ? അത്രയും പോലും ചിന്തിക്കാനുള്ള ശേഷി, കഴിവ് ഇല്ലാത്ത ആളുകളായിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. അപ്പോൾ അൺറീസണബിൾ ആയിട്ടുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെജിറ്റേറിയൻ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കെട്ടുണ്ട് എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അതൊക്കെ വിശ്വസിച്ച് ഞാൻ ഇവരെ കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടി മാത്രം, താഴ്മ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് വചനത്തിൻ്റെ വെളിപ്പാട് കൂടുതൽ ശക്തമായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ, കൂടുതൽ ആഴങ്ങളിൽ ഞാൻ വചനം പഠിച്ചപ്പോൾ, ഇപ്പം എനിക്ക് ഹീബ്രുവും ഗ്രീക്കും അറിയാം. വചനം ഡിസൈഫർ ചെയ്യാനുള്ള കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. പല ഇവരുടെ തന്നെ ഏറ്റവും കൂടിയ പ്രൊഫസർമാരുടെ പുസ്തകങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും അവരുടെ പാരഡൈം അക്സെപ്റ്റ് ചെയ്യാനും അതിലെ വീഴ്ചകൾ മനസ്സിലാക്കാനും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ വരാനിരിക്കുന്ന രാജ്യത്തിൽ ഇൻ ദ കമ്മിങ് ഏജ് മരണം ഉണ്ടാവില്ല, ദ്രവത്വം ഉണ്ടാവില്ല. ഈ മരണവും ദ്രവത്വം ഇല്ലാത്ത നാട്ടിൽ നിങ്ങൾക്ക്